തമിഴ്നാട്ടിൽ ഒരു കാലത്ത് അഡൽസ് ഓൺലി ചിത്രങ്ങൾ എന്ന് വിളിച്ചിരുന്ന മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവന്നത് മമ്മൂട്ടിയാണെന്ന് ഉർവശിയും മേനകയും അടക്കമുള്ളവർ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ മറ്റ് തെന്നിന്ത്യൻ സിനിമകളെപ്പോലെ കേരളത്തിന് പുറത്ത് കോടി ക്ലബ്ബ് സിനിമകൾ മലയാളത്തിന് സ്വപ്നം പോലെ ആയിരുന്നുവെന്നാണ് നിരൂപകർ പറയാറ്. ഒടുവിൽ 2016-ൽ മോഹൻലാലിന്റെ പുലിമുരുകനിലൂടെ ആ കോടി ക്ലബ്ബും മലയാളത്തിന് സ്വന്തമായി. കേരളത്തിൽ തരംഗം തീർത്ത പുലിമുരുകൻ തെലുങ്കിൽ ഡബിൾ ഡിജിറ്റ് ക്രോസ് ചെയ്തുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 13.5 കോടിയാണ് തെലുങ്കിൽ നിന്നും പുലിമുരുകൻ നേടിയത്. പുലിമുരുകന് ശേഷം ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. റിപ്പോർട്ടുകൾ പ്രകാരം തമിഴ്നാട്ടിൽ നിന്നും ചിത്രം 15.75 കോടി രൂപ കളക്ഷൻ ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി നസ്ലൻ നായകനായി എത്തിയ പ്രേമലുവിന്റെ ഊഴമാണ്. മാർച്ച് 8-ന് ചിത്രത്തിന്റെ തെലുങ്ക് വെർഷൻ റിലീസ് ചെയ്യുകയാണ്. പുലിമുരുകനും മഞ്ഞുമ്മൽ ബോയ്സിനുമൊപ്പം പ്രേമലുവും ഇതര ഭാഷയിൽ 2 കടക്കുമെന്നാണ് വിലയിരുത്തലുകൾ. പ്രേമലു ഈ വിജയം ആവർത്തിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.